ഡ്യൂറന്റ് കപ്പിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ടീം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലവിൽ 4 വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെയുള്ളത്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡിഫൻസിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഡ്രിൻസിച്ച് ഉണ്ട്. കൂടാതെ അഡ്രിയാൻ ലൂണയുണ്ട്, ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ. കൂടാതെ കോമി പെപ്രയുണ്ട്. കഴിഞ്ഞ സീസണിൽ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്നു. കൂടാതെ സൂപ്പർ താരം FC ഗോവയിൽ കഴിഞ്ഞ സീസണിൽ ISLിലൊക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ചേർന്ന നോവ സദോയ് കൂടെയുണ്ട്. നോവ സദോയും അഡ്രിയാൻ ലൂണയും കോമി പെപ്രയും ഡ്രിൻസിച്ചുമാണ് ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങാനിരിക്കുന്ന വിദേശ താരങ്ങൾ. കൂടാതെ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖ താരങ്ങളെല്ലാം ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഡിഫൻസിൽ പ്രീതം കോട്ടാലെ, നവോച്ചോ സിംഗ്, സന്ദീപ് സിംഗ് തുടങ്ങിയ താരങ്ങളെല്ലാം ഉണ്ട്. മധ്യനിരയിൽ വിപിൻ മോഹനുണ്ട്. മുന്നേറ്റ നിരയിൽ രാഹുൽ KP, മധ്യനിരയിൽ ദാനിഷ് ഫറൂഖ് തുടങ്ങിയ താരങ്ങൾ, പ്രമുഖ താരങ്ങളെല്ലാം ഉൾപ്പെടുത്തി. കൂടാതെ കുറച്ച് യുവതാരങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് സാര ടീം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും സാരയ്ക്ക് കീഴിൽ ഡ്യൂറന്റ് കപ്പിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച ടീം തന്നെയാണ് അണിനിരക്കുന്നത്. മുന്നേറ്റ നിരയിലേക്ക് നോവ സദോയി, കോമി പെപ്ര, അഡ്രിയാൻ ലൂണ കൂട്ടുകെട്ടി ഒരു മികച്ച 3 താരങ്ങളുടെ മികച്ച പ്രകടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എന്തായാലും ഈ താരങ്ങളൊക്കെ നിലവിൽ ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെയുണ്ട്. ഡിഫൻസിൽ നിലവിൽ ഡ്രിൻസിച്ച് ഉണ്ട്. ഡ്രിൻസിച്ച് കഴിഞ്ഞ സീസണിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളാണ്. കാരണം ഡിഫൻസിൽ പിന്നെ ഡ്രിൻസിച്ചിന് കൂട്ടായി നവാച്ചോ സിംഗും കൂടാതെ ഐബനൊക്കെ ഉണ്ട്. എല്ലാവരും ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട്. പ്രമുഖരെ എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിനുള്ള ടീം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 4 വിദേശ താരങ്ങളാണ്. ഡിൻസിച്ച്, കോമി പെപ്ര, അഡ്രിയാൻ ലൂണ, കൂടാതെ സൂപ്പർ താരം നോവ സദോയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രമുഖ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖ താരങ്ങളെല്ലാം ഉണ്ട് ഡിഫൻസിലും മുന്നേറ്റ നിരയിലൊക്കെ ആയിട്ട്. എന്തായാലും നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. എതിരാളികളായി വരുന്നത് മുംബൈ സിറ്റിയാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് രാത്രി 7 മണിക്കാണ് മത്സരം വരുന്നത്. എന്തായാലും ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുകയാണ്. എന്തായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടീം പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രമുഖരെല്ലാം ഉൾപ്പെടുത്തി, കൂടാതെ ഒരു പറ്റം യുവതാരങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് സ്റ്റാരയുടെ ടീം. എന്തായാലും ഇത് സ്റ്റാറെ സംബന്ധിച്ചിടത്തോളം ഡ്യൂറന്റ് കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് ISLിലേക്കുള്ള ഒരു മികച്ച കോമ്പിനേഷൻ കണ്ടെത്താനുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് കൂടിയാണ്. ഈ ഒരു ഡ്യൂറന്റ് കപ്പ് വിജയിക്കുക എന്നതിലുപരി ഒരു മികച്ച 11 കണ്ടെത്തുന്നതിന് വേണ്ടി സ്റ്റാറയ്ക്ക് ഈ ഒരു ഡ്യൂറന്റ് കപ്പ് ഉപയോഗിക്കാൻ കഴിയും. അത് തന്നെയാണ് സ്റ്റാറെ ഉദ്ദേശിക്കുന്നതും. തായ്ലൻഡിലെ പ്രീ സീസൺ ഒക്കെ അവസാനിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിൽ എത്തി. നിലവിൽ മികച്ച ടീമിനെ തന്നെയാണ് ഫസ്റ്റ് അല്ലെങ്കിൽ മുന്നേറ്റ നിരയിലായാലും മികച്ച ടീമിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് അണിനിരത്തുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം നടക്കുന്നത് നാളെയാണ്. സൂപ്പർ താരങ്ങളെല്ലാം കളത്തിലിറങ്ങും. കാത്തിരിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പിലെ നാളത്തെ മത്സരം മുംബൈ സിറ്റിക്കെതിരെയാണ്.